തിരക്കില്ല? അല്ല, വാട്സാപ്പിലാ. എന്ത് വട്ടാന്നോ? വട്ടല്ല, വാട്സാപ്പിലാണെന്ന്. അല്ല മോനെ, ഈ ഇല്ലിക്കൽ റേസലിന്റെ വീട് എവിടെയാണെന്നറിയോ? ഇല്ലിക്കൽ റേസൽ ഈ ഭാഗത്താ വീട്. മൂപ്പർക്ക് എന്താ പരിപാടി? ആള് ദുബായിലാ, ഇപ്പൊ ലീവിലുണ്ട്. നല്ല നിലയിലാ ആളെ, നമ്മളെ ചങ്ങായിയാണ്. ഓ, റൈസൽക്കാ പറയണ്ടേ. ഇവിടുന്ന് നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്, അവിടുന്ന് സെക്കൻഡ് റൈറ്റ്, അത് കഴിഞ്ഞ് ചെറിയൊരു പാലം കഴിഞ്ഞ് അടുത്ത ലെഫ്റ്റ്, പിന്നെ ഉടനെ റൈറ്റ്, അവിടെ രമ്യസ് സ്കൂളുണ്ട്, പിന്നെ ഫസ്റ്റ് റൈറ്റാ, അത് മൂപ്പറ വീട്ടിലേക്കാ. അല്ല മോനെ, ഇതിപ്പോ കംപ്ലീറ്റ് ലെഫ്റ്റും റൈറ്റും ആണല്ലോ ഇപ്പൊ ഇത്. ലേശം ചുറ്റാ. അല്ല, നിങ്ങളെ മൊബൈൽ GPS ഇല്ലേ? എന്തെത്തു? GPS. ശരിക്കും ഒരാളെ വിളിക്കാൻ തന്നെ കായില്ല മൊബൈലില്, അപ്പോഴാണ് GPS. GPS എന്റെ ഇക്ക, ഇങ്ങനത്തെ ആപ്പ് ഒന്നില്ലാണ്ട് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്. ആപ്പോ? എന്താ ആപ്പ്? അതായത് ഇമ്മാതിരി സെറ്റിലൊക്കെ മനുഷ്യനെ പല സാഹചര്യത്തിൽ സഹായിക്കുന്ന പലവിധ സംവിധാനങ്ങൾക്ക് പറയുന്ന പേരാണ് ആപ്പ്. സഹായിക്കുന്ന സാധനത്തിന് ആപ്പ് എന്നാ പറയല്? അല്ല, ഈ ആപ്പ് എന്ന് പറഞ്ഞ അർത്ഥം വേറെയല്ലേ? അല്ല ഇക്ക, നിങ്ങൾ നല്ല സെറ്റ് വാങ്ങിയ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആപ്പ് എന്തെന്നാണ്. ആപ്പിലാക്കുന്ന ആപ്പല്ല മൊബൈൽ ആപ്പ്. നല്ല മൊബൈലില്ലാത്ത ഇങ്ങോട്ടൊന്നും പണ്ട് കാര്യമില്ലായിരുന്നു. മൊബൈൽ വാങ്ങാനാണല്ലോ നമ്മൾ പോണേ. റേസിൽ ദുബായിന് നമുക്ക് നല്ലൊരു സെറ്റ് ഉണ്ടെന്നുണ്ട്, അത് വാങ്ങാനാ നമ്മൾ പോണേ. സെറ്റ് കയ്യിൽ കിട്ടിയാൽ നമ്മളും തുടങ്ങും മോനെ ഈ ആപ്പിന്റെ പരിപാടി. കൊള്ളയിക്ക, നന്നായി. ആപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയായി. ഉദാഹരണത്തിന് ഇക്കാടെ കയ്യിൽ GPS സംവിധാനമുള്ള ഒരു മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഇക്കായ്ക്ക് ഇങ്ങനെ വഴി ചോദിച്ചാലേണ്ട ആവശ്യം ഉണ്ടാനോ? പിന്നെ റിസ്വാനോട് ഈ സംവിധാനം അത്യാവശ്യമായിട്ട് വാങ്ങാൻ പറയണം. ഓൻ വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. എന്ത്? അല്ല, നമ്മള് മോന്റെ കാര്യം പറഞ്ഞാണേ, ഓനും എന്നെ പോലെ ഒരു യോയോ ആണ്. ഓ, താങ്ക് യു. ഓ, വെൽക്കം യോയോ. അല്ലിക്ക, ഈ ആപ്പുകൾ നമ്മൾ എത്രമാത്രം സഹായിക്കുന്നു അറിയോ? നിങ്ങൾക്ക് വഴി തെറ്റാണെന്ന് പ്രവചിക്കുന്ന ആപ്പുകൾ, കാലാവസ്ഥ പ്രവചിക്കുന്ന ആപ്പുകൾ, അങ്ങനെ എത്ര ആപ്പുകൾ. വാട്സപ്പ് തന്നെ എത്ര വലിയ സംഭവമായ ആപ്പാ. ആരോഗ്യം സംരക്ഷിക്കാനുള്ള ആപ്പുകൾ, കച്ചവടക്കാരെ സഹായിക്കുന്ന ആപ്പുകൾ. അല്ല മോനെ, ഈ മീൻ കച്ചവടത്തിനെ സഹായിക്കുന്ന വല്ല ആപ്പുണ്ടോ? ആപ്പുകൾ എന്തിനും സഹായിക്കൂ. സഹായത്തിന്റെ മറ്റൊരു പേരാണ് ആപ്പ്. എന്നാലേ നമ്മള് വേഗം പോയിട്ട് ആ മൊബൈൽ മേടിക്കട്ടെ. ആപ്പിന്റെ പരിപാടി ഞമ്മക്കും പൂതിയായി. എന്നാ വിട്ടോളി. എന്നാ ശരി. വഴി സംശയം വന്നാലേ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരൂ. ഫസ്റ്റ് ലെഫ്റ്റ്, അവിടുന്ന് സെക്കൻഡ് റൈറ്റ്. അപ്പൊ ശരി യോയോ മോനെ, ആപ്പിനെ കുറിച്ച് നമുക്കൊരു വിശദീകരണം തന്നതിന് നന്ദി. നമ്മൾ കൊണ്ട് ആ നിലത്ത് എന്തേ താണി എന്നും രാവിലെ നാണീക്കിണി, ചായ ഉണ്ടാക്കണി, കുട്ടികൾ സ്കൂളിലൊക്കെ പോണി, മൂസക്കായി മീൻ വെക്കാൻ പോണി, നമ്മൾ ഈ അടുക്കള കിടന്ന് പാത്രം കഴുകണി, ഉച്ചക്ക് ചോറുണ്ടാക്കണി, മീൻ കൂട്ടാൻ ഉണ്ടാക്കണി, അത് തിന്നണി, ലേസം കിടന്ന് ഉറങ്ങണി, പിന്നെ വൈകുന്നേരം ചായ ഉണ്ടാക്കണി തിന്നണി, രാത്രി മീൻ പൊരിച്ചോ കൂട്ടാനും ഉണ്ടാക്കണി തിന്നണി. ഒൽക്കന്റെ മൂട് എന്നും ഇത് ചെയ്ത് നമ്മ മടുത്ത് ബോറടിച്ച്. ഒൽക്കമല്ല ഒരു കേബേജും. ഇത് എത്ര ദിവസമായി കേബേജ് എന്നെ കൊണ്ടുവരണീ. കൊണ്ടുവരുമ്പോ ഒരു 5-6 എണ്ണം കൊണ്ട് വാങ്ങിയോടും. എന്നിട്ട് എന്നെ തിന്ന് നാട്ടിലൊക്കെ തിന്നിട്ട് മടിക്കണി. കിട്ടിയോ മുസക്കായി? കിട്ടി. ആണി ടോർച്ച് മാത്രല്ല, അലാക്കിലെ സെറ്റ് ഒന്നല്ലോ. അല്ല പത്തു, അല്ലെങ്കിലും ഇല്ലിക്കല റേസലിക്കാൻ തോരെ ചീപ്പ് പരിപാടിയും ചെയ്യൂല. ഏട്ടു സെറ്റ് ഒന്ന് കാണിച്ചേരി. കാണിച്ചിട്ടേ അതിന്റെ ചന്തം കണ്ടിട്ട് അത് സ്വന്താക്കാണെന്ന് മോള് വിചാരിക്കണ്ട കേട്ടോ. ഇഞ്ച ഫോൺ ആകെ പോയിക്കണ് മുസക്കായി. ഇഞ്ച ഫോൺ ഗർഭിണിയാണോന്നാ നമുക്ക് സംശയം. പഠിച്ചോനെ, ഫോണിന് ഗർഭോ? ഇഞ്ച ഫോണിന്റെ ബാറ്ററി ഇങ്ങനെ വീർത്ത് വന്നിക്ക്. അതിന്റെ കവറും ബോഡിയും കൂടി ചേർത്തിട്ട് ചേർന്നില്ല. അതുകൊണ്ട് നമ്മളത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിക്ക. നോക്കി നിങ്ങള് കണ്ടില്ലേ? അന്റെ സ്വഭാവത്തിനും രൂപത്തിനൊക്കെ ഈ ഫോണ് ധാരാളം. ഈ പുതിയ ഫോൺ തരൂ. ഇന്റെ ഫോൺ ആകെ പ്രശ്ന. അപ്പൊ പുതിയ ഫോൺ നമ്മളെന്നെ എടുക്കും, അത് നമ്മൾ തീരുമാനിച്ചു. ഓ, ദുബായില് മനസമാധാനായിട്ട് ജോലി ചെയ്യുന്ന റൈസലിന് ഫോൺ വിളിച്ചിട്ട് പഴയ സൗഹൃദം പുതുക്കാൻ ആരാ പറഞ്ഞേ? അത് എന്നെ പറഞ്ഞു. ഇങ്ങനെ വർത്താനത്തിന്റെ അടുക്ക് ദുബായിലൊക്കെ മൊബൈലിന് വില കുറവല്ലേന്ന് ചോദിക്കേ ആരാ പറഞ്ഞേ? ആണല്ലോ. ആണ്. നമ്മള് നോക്കിയും കണ്ടും കളിച്ചേൻ കൊണ്ടാണ് റേസലിങ്ങക്ക് മൊബൈൽ കൊണ്ട് തന്നെ. ആ കയ്യെ കിട്ടി കഴിഞ്ഞപ്പോ നിങ്ങളെ സ്വന്തം കാര്യം നോക്കുക. ഇതൊന്നും ശരിയല്ല മുസക്കായി. സ്ത്രീകള് ഇമാരി വലിയ സെറ്റ് ഒന്നും ഉപയോഗിക്കണ്ട. എന്തേതാ ഉപയോഗിച്ചാ കൊയ്പ്പോ? വൈതെറ്റിപ്പോവും, അതന്നെ കാരണം. അങ്ങനെ വൈതെറ്റി പോവാൻ മാത്രം കണ്ണുപൊട്ടിയൊന്നും അല്ല പാത്തുമ്മ. സ്ത്രീകൾ ആരെങ്കിലും പീഡിപ്പിക്കാൻ വന്നാലേ
സഹായിക്കുന്ന സംവിധാനം വരെ ഈ സെറ്റുകളിലുണ്ട്. സഹായിക്കാൻ വരുന്നവൻ ആര്? പീഡിപ്പിക്കാൻ വരുന്നവനോ? ആലല്ലേ സ്ത്രീകളാ. അതുകൊണ്ട് ഈ പുതിയ ഫോണ് നമ്മളുമാണോ? അന്നൊക്കെ ആര് പീഡിപ്പിക്കാനാണ് പത്തു? ഓ ഇങ്ങക്ക് നമ്മൾ ഒരു വിലയുമില്ല. അത് നമ്മ മനസ്സിലായിക്കണ്. സ്വന്തം ഭാര്യനെ പീഡനത്തിന് രക്ഷിക്കണം എന്നൊന്നും നിങ്ങൾക്ക് യാതൊരു വിചാരവും ഇല്ല. നിങ്ങൾ ഏത് ഹലാക്കിലെ കെട്ടിയോനാണ്? ഇത്രയും കാലം അന്നെ ആരെയും പീഡിപ്പിച്ചില്ലല്ലോ. ഇല്ല. ഇനി എന്റെ കൈമേല് വലിയ മൊബൈൽ ഇല്ലാത്ത കാരണം ആരും പീഡിപ്പിക്കാൻ വരാൻ സാധ്യതയില്ല. അപ്പൊ പിന്നെ ഈ മൊബൈല് ഈ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മക്കും ആഗ്രഹമുണ്ട് ന്യൂ ജനറേഷൻ ആയനി. ഒരു ന്യൂ ജനറേഷൻകാരി വന്നിക്കണം. എന്നാ പറയടി, എന്താണ് ആപ്പ്? ഹിന്ദിയിലാണെങ്കിൽ താങ്കളി, മലയാളത്തിലാണെങ്കിൽ മരം വെട്ടുന്ന സമയത്ത്. എടി, ആപ്പ് എന്ന് പറഞ്ഞാല് ഇമ്മാരി മൊബൈല് നമ്മളെ സഹായിക്കുന്ന കാര്യത്തിനാണ് ആപ്പ് എന്ന് പറയാ. അന്നപ്പോ സംവിധാനം നമുക്കും വേണ്ടേ? ആപ്പ് എന്ന് പറഞ്ഞാൽ അറിയാത്തോളെ തൽക്കാലം ഇമ്മാരി മൊബൈൽ ഒന്നും ഉപയോഗിക്കണ്ട. ഓ ഒരു ന്യൂ ജനറേഷൻകാരൻ വന്നിക്കടി. എത്ര വലിയ മൊബൈൽ ഫോൺ കിട്ടിയാലും അതിന്റെ മോളിൽ ഇങ്ങനെ തോണ്ടി 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 നിങ്ങൾ മീനാറ്റാക്കൂലേ? ഒരു ന്യൂ ജനറേഷൻ. എടേ, ആ നാട്ടം വെച്ചോണ്ടാണ് ഇത്രയും കാലം നമ്മൾ എന്നെ തീറ്റിപ്പോറ്റി. അതറിയോ? ഈ ഫോൺ എനിക്ക് തരണം എന്നൊക്കെ ഉണ്ടേരി. ഇനി നമ്മൾ തരൂല. കാരണം ഈ നമ്മളെ പ്രൊഫസറിനെയാണ് കളിയാക്കിയത്. നിങ്ങള് പ്രൊഫസറോ? അതിന് 7ാം ക്ലാസ്സിൽ ഏത് പ്രൊഫസറാണല്ലേ? പ്രൊഫസർ അല്ലടി, പ്രൊഫസൻ. അതുപോലും പറയാൻ അറിയാത്ത അനക്ക് ഇമ്മാരി മൊബൈൽ ഉപയോഗിക്കാനുള്ള അവകാശമില്ല. ശരി, പ്രൊഫസർ മൂസൻ അങ്ങോട്ട് ഉപയോഗിച്ചോളൂ. നമുക്ക് നമ്മളെ ചെറിയ ഗർഭിണി ഫോണുമായിട്ട് ജീവിച്ചോളാം. അങ്ങനെ ബൈക്ക് വാ. ഇനി വേണം നമുക്ക് ആപ്പുകളെ കുറിച്ചൊന്ന് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, ഇങ്ങോട്ട് നോക്ക്. കൊണ്ടുപോയിക്കോളിങ്ങളെ മൊബൈലിന്റെ ടൗസറി. നിങ്ങൾ കരണ്ട ജീവിത ആപ്പിലായത് ഒരു കേബേജു. ഈ ദുനിയാവിലുള്ള സകല ആപ്പുകളെയും ഉപ്പാന്റെ മൊബൈലെ കണ്ട് മറിച്ചളാ. മറിക്കാനോ? ആടാ, ഇത് ഇങ്ങോട്ട് ലോഡ് ഇറക്കൂലേ, ഇങ്ങോട്ടാക്കൂലേ, അങ്ങനെ എന്തോന്ന് പറയൂലേ, ഡൗൺലോഡിങ്. ആ അതന്നെ, അതാക്ക്. അല്ല മോനെ, ഈ ആപ്പ് എന്ന് പറഞ്ഞ വലിയ സംഭവം അല്ലേ? അല്ലാണ്ട് പിന്നെ ഈ ആപ്പുകൾ പിന്നെ മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കല്ലേ. എന്ത് കാര്യത്തിനും ആപ്പുകൾ നമ്മൾ സഹായിക്കും. വല്ലാത്തൊരു ആപ്പ് തന്നെ അതില്ലേ? ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയോ നിങ്ങക്ക്? ഇല്ല. അത് നീ നമ്മളെ പഠിപ്പിച്ചു തരണോ? സത്യം പറഞ്ഞാല് ഞമ്മക്ക് ഇതിൻ്റെ അകത്ത് ഒരു കോള് വിളിക്കാനോ കോള് വന്ന് എടുക്കാനോ പോലും അറിയില്ല. പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ള പണിയാണ്. കാരണം ഞാൻ എൻ്റെ അതിഭയങ്കരമായ ബുദ്ധിയും ഊർജവും ഉപ്പച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുമല്ലോ. ഇമാതിരി സ്മാർട്ട് ഫോൺ കോഴ്സുകൾ പുറത്തുപോയി പഠിക്കാൻ നല്ല ഫീസും ആവും. അല്ല, ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടോ മോനെ? അല്ല, ഉണ്ടെങ്കിൽ തന്നെ ഉപ്പച്ചി പോണ്ടേ, കച്ചവടം മുടങ്ങും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാൻ പഠിപ്പിക്കാം, പക്ഷെ എനിക്ക് അത്യാവശ്യം എന്തേ ചില്ലറ തരേണ്ടി വരും. മോനെ, അന്നെ പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചിട്ട് ഉപ്പ എന്നോട് പൈസ വെച്ചോ? ഇല്ലല്ലോ. മക്കളെ പഠിപ്പിക്കാന്ന് പറയുന്ന ഉപ്പച്ചിന്റെ കടമയല്ലേ. അതുപോലെ ഉപ്പമാർക്ക് അറിയാത്ത പഠിപ്പിക്കണ മക്കളെ കടമയല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞതാ. എനിക്ക് എന്റെ പരിപാടികൾ വിശദമായിട്ട് അറിയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എന്തേലും ചില്ലറ കിട്ടിയാലല്ലേ ഞാൻ പഠിച്ചതിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും അല്ലേ? അല്ല, ചില്ലറ എന്താച്ചാ നമ്മൾ തരൂ. ചില്ലറ വാങ്ങാൻ ഞാൻ തന്നു പിച്ചക്കാരനോ? അനക്ക് പൈസ എന്നാ പിന്നെ നമ്മള് പിച്ചക്കാരനായി പോവും. വെറുതെ ഒന്നും നടക്കൂലുപ്പച്ചേ. ആ ശരി, അനക്കിപ്പോ എത്ര റുപ്യ വേണോ? അല്ല, അതിപ്പോ വലിയ ഫീസൊന്നും വേണ്ട. നിങ്ങൾ നമ്മൾ ഉപ്പയല്ലേ, നമ്മൾ ഒരു ഡിസ്കൗണ്ട് തരാം. ഓ, വലിയ ഉപകാരം. അതായത് വാട്സപ്പ് പഠിപ്പിക്കണേല് ഒരു 350 റുപ്യ, ഫേസ്ബുക്ക് പഠിച്ചിട്ട് അക്കൗണ്ട് എടുക്കുന്നതിന് ഒരു 400 റുപ്യ. അതിപ്പോ ഈ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ഈ ലൈസൻസ് എടുത്തു കൊടുക്കണ പോലെ അല്ലേ? അതെ, അതേപോലെ GPS-ന് ഒരു 200, പലവിധ ഗെയിമുകൾക്ക് ഒരു 150 വീതം, പിന്നെ ഇമെയിൽ അത് 100 റുപ്യ ആവും. എന്റെ പഠിച്ചോനെ, ഇതിപ്പോ ആനേനെ വാങ്ങിയിട്ട് തോട്ടില്ലാത്ത അവസ്ഥയാണല്ലോ. ഉപ്പച്ചിക്ക് പഠിക്കണോ വേണ്ടയോ? അല്ല, പഠിക്കാണ്ട് പറ്റൂല്ലോ. ഈ സാധനം നമ്മളെ കൈമ കിട്ടിപ്പോയില്ലേ. എന്നാ ശരി, നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കളെ. തുടങ്ങിക്കോ. അല്ല, അങ്ങനെ തുടങ്ങുന്ന എങ്ങനെയാ? ആദ്യം ദക്ഷിണ വെക്ക്. ദക്ഷിണയോ? അല്ല, അതാണല്ലോ അതിന്റെ ഒരു രീതി. എത്ര വേണോ? ഫേസ്ബുക്കിനെയും വാട്സപ്പിനെയും അങ്ങനെ സകലമാന ആപ്പുകളെയും മനസ്സിലങ്ങോട്ട് വിചാരിച്ചിട്ട് ഒരു 100 റുപ്യ ഇങ്ങോട്ട് സന്തോഷത്തോടെ അങ്ങോട്ട് തരിക. പിടിച്ചോളാ. എന്റെ ആപ്പ് തമ്പരാക്കന്മാരെ മിനിച്ചേക്കണേ. ഇനി ഐശ്വര്യായിട്ട് ആ വലത് കൈ കൊണ്ട് മെനുവിൽ അങ്ങോട്ട് അമർത്തുക. പൊട്ടിക്കണ്ട. മൊബൈൽ ഹോട്ടലും ഉണ്ടോ? ഹേയ് ശുഭൻ, മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൊബൈലിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടോ അതൊക്കെ കാണിച്ചു തരാനുള്ള സ്വിച്ച് ആണ്. സ്വിച്ച് ആണ് മെനു. ഇതില്ലേ?
ആ ആ മെനു സ്വിച്ച് അങ്ങടെ ഐശ്വര്യായിട്ട് വിരളമർത്തി തുടങ്ങിയ ഞെക്കട്ടെ? ആ നിക്കുക ആ ആ ആ അത് ശരിയായില്ല, ഒന്നുകൂടി അങ്ങോട്ട് അമർത്തുക. ഓ ആ പ്രസ് അങ്ങനെ പ്രസ് ചെയ്യണ്ട, ഏ? ചെറുങ്ങനെയൊക്കെ പ്രസ് ചെയ്താ മതി. ആ ആ ആ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ആ. ഇതാ ചെറുങ്ങനെ. ആ, ആ. എന്താണിത്? ആ എടുക്ക. ഉണ്ടാ? ആ ആ ആ ശ്ശേ, അത് ഇത് എന്താ ദ്വരസിപ്പലയോ? ഏ? ചെറുങ്ങനെയൊക്കെ ആക്കി ഇതാ ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങോട്ടല്ല മേലോട്ടല്ല ആ, അത് പോയി. തായോട്ടെ ഇങ്ങോട്ട്. ആ തിരിച്ചു ആ, വന്നല്ലേ? ആ. എന്താണ് ഇപ്പൊ ഇത് നിങ്ങൾ കണ്ടില്ല ഇതുവരെ? ഇല്ല. ആ എന്താണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചേക്കണ്? പൈസ പോകുന്നു. ആ, ഒന്നുകൂടി ഞെക്ക്. ആ ഇതാ ആ ഇതാ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ആ. ഇതാ വലിച്ച് മേലോട്ട് നമുക്ക് ഇപ്പൊ അലാറം സെറ്റ് ആക്കാം രാവിലെ എണീക്കാൻ. ആ. അപ്പൊ ഇതിന്റെ അകത്ത് പോയിട്ട് ഇതാ ഇങ്ങനെ തിരിച്ചാ മതി. ആ മാറുന്ന ഇനി ഞാൻ ചെയ്ത് നോക്കട്ടെ. ആ. ഇതിങ്ങനെ എടുത്ത് കറക്കാനല്ല പറഞ്ഞ സെറ്റ് ആക്കണോ, പഠിക്കണോ അത്? നല്ലപോലെ പറഞ്ഞു വിടറോ ബാപ്പി അല്ലേ ശരിയാ. ഞാൻ? നോക്കി ആ, ആ കണ്ടാ ആ, ആ. ഏ? ഉപ്പിന് പോണ വഴി ഏത്? ഉട്ടോപ്പിയടത്തേക്കേത്? തെക്കോട്ട് പോണ വഴി ഏത്? ഉട്ടോപ്പിയുടെ വടക്കേത്? ഉപ്പിന് പോണ വഴി ഏത്? ഉട്ടോപ്പിയടത്തേക്കേത്? തെക്കോട്ട് പോണ വഴി ഏത്? ഉട്ടോപ്പിയുടെ വട ഹലോ 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 മിസ്റ്റർ മൂസ. നമ്മള് ആപ്പുകൾ ഓരോന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കണ ഈ ശല്യപ്പെടുത്താണ്ട് പോ. നമ്മള് പോവാ, പക്ഷെ അതിനു മുമ്പ് ഇതൊന്ന് കാണിച്ചിട്ട് പോവാന്ന് എന്താ? വിചാരിച്ചു. കണ്ടോ നമ്മുടെ പുതിയ സ്മാർട്ട് ഫോൺ. ഇതെടുത്താ നമ്മളെ മജീദ് എളപ്പന്റെ മോള് സൈജല്ലേ, ഓള് ദുബായിന്ന് വന്നപ്പോ നമ്മക്കായിട്ട് കൊണ്ടുവന്ന. ഇനി പാത്തോ സ്മാർട്ട് ആവാൻ പോവുക. കാണട്ടെ, സെറ്റ് കാണട്ടെ. നമുക്ക് സൗകര്യമില്ല കാണിച്ചത്. നിങ്ങളോട് നിങ്ങളെ ഫോണൊന്ന് കാണിച്ചിരുന്നു വെച്ചപ്പോ എന്തായാലും നിങ്ങളൊരു കിബറാക്കേലി. ഇനി നമ്മളും പഠിക്കും ആപ്പും കോപ്പും ഒക്കെ. ഈ പാത്തുനോട് ഞങ്ങളെ കളി നിങ്ങളെ സെറ്റിനേക്കാൾ മുന്തിയതാണ് ഇഞ്ച സെറ്റി. ഇത് 4G ആണ് മനസ്സാ, 4G. എന്നുവെച്ചാല് അതുപോലും പറഞ്ഞൂടാത്ത പൂവർ ഗൈ. ഇത് അറിഞ്ഞൂടാണ്ട് ഞങ്ങൾ ഫോൺ കൊണ്ട് നടക്കണേ. ഈ സാനെ ആട്ടാട്ടാളി. റസിയ കമോൺ, ഉമ്മച്ചിയെ വേഗം സ്മാർട്ട് ഫോൺ പഠിപ്പിക്കൂ. എന്നിട്ട് വേണം നമുക്കൊന്ന് ന്യൂ ജനറേഷൻ ആവാനി. നിങ്ങൾക്കറിയാത്ത പല ആപ്പുകളും ഈ പത്ത് പഠിക്കും. നിങ്ങൾ നോക്കിക്കോളിട്ടോ. റസിയ കമോൺ, നമുക്ക് പഠനം തുടങ്ങാം. അന്നപ്പോ സിംഗിന്റെ മാതിരിയുള്ള തലയെക്കെട്ടുള്ള എ ആണില്ലേ അറ്റിതി റേറ്റ്. അല്ലോ അങ്ങനെയല്ലോ മനസ്സിലാക്കിയല്ലോ, വലിയ കാര്യം. അതാണ് ഈ പാത്തു. ഉമ്മച്ചി ദാ ഇതാണ് ഫയൽ മാനേജർ. എല്ലാ സ്മാർട്ട് ഫോണിലും ഒരു ഫയൽ മാനേജർ ഉണ്ടായിരിക്കും. അല്ലോ നമ്മൾ ആ മാനേജർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുമോ? ഓ എന്റെ ഉമ്മച്ചിയെ, ഈ ഫോണിലെ പല ഫയലുകളും മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഫയൽ മാനേജർ. ആ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിനൊക്കെ എങ്ങനെയാ പഠിപ്പിച്ചെടുക്കേണ്ട പടച്ചോനെ. റസിയ, ഈ സ്മാർട്ട് ഫോണിന്റെ കാര്യത്തിൽ മെച്ചി പിച്ച 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 എന്താണെന്ന് അറിയാം. അങ്ങനെ ഈ പറയ അന്റെ ഒക്കെ കയ്യെ പിടിച്ച് കൊറേ കാലം ഇങ്ങനെ നടത്തിച്ച ഈ അമ്മാര് മണ്ടു നോക്കാം. അല്ല നിങ്ങളെന്തിനാ മോങ്ങുന്നു? വിസ്മണ്ടാവൂലേ? നമുക്ക് അറിഞ്ഞൂടായിട്ടല്ലേ എന്നോട് ചോദിച്ചേ. അന്നപ്പോ ഈ നമ്മളെ കുറ്റം പറയെ കളിയാക്കുകയും ചെയ്യാം. അപ്പൊ നടത്തിച്ചതിന് വരെ നിങ്ങക്ക് കണക്കുണ്ടായിരുന്നു അല്ലേ? ഇങ്ങോട്ട് വാ, പഠിപ്പിച്ചു തരാം. ദാ, ഇതാണ് ഫയൽ മാനേജർ. ഇത് ഓപ്പൺ ചെയ്താൽ വാട്സപ്പിലെ ഇമേജ് ഉണ്ടാവും, പിന്നെ ഓഡിയോയിലെ ഓഡിയോസ് ഉണ്ടാവും. ഓഡിയോ എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുന്നേ. ഓഡിയോസ് ഉണ്ടാവൂലേ? ആ ഓഡിയോയിലെ ഓഡിയോസ് ഉണ്ടാവും.
കഴിഞ്ഞ മാസത്തെ പാലിന്റെ പൈസ കിട്ടിയിട്ടില്ലല്ലോ. എന്റെ പൊന്നു മോനെ, നമ്മളൊരു ഗെയിമിന്റെ 24ാമത്തെ നിലയിലെത്തി നിൽക്കുകയാണ്. ഈ ശല്യപ്പെടുത്തേണ്ട പോ നോക്ക്. അല്ല, പാല് പാല് ഇവിടെ വെച്ചോ. പൈസയൊക്കെ പിന്നെ തരാം. പൊയ്ക്കോ. മോളെ കിട്ടി. അല്ല റിസ്മോനെ, തിന്നാൻ കിട്ടാനുള്ള ആപ്പൊന്നുമില്ല. റിസ്മോനെ, വെച്ചുണ്ടാക്കാനൊന്നും തീരെ സമയമില്ല, അതുകൊണ്ടാ ചോദിച്ചേ. അതെ, 2 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്ഷണം പൊരയില് വരും. ഓർഡർ ചെയ്യടാ 4 ചിക്കൻ ബിരിയാണി. എന്ത് രസല്ലേ ഓരോരോ ആപ്പുകളെ. മീറ്റടിക്കണ ആപ്പുണ്ടോ റിസ്മോനെ? ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ചിലപ്പോ ഉടനെ ഇറങ്ങുണ്ടാവും. ഒന്ന് മിണ്ടാണ്ടൊക്കെണ്ടോ? നമ്മൾ 64ാമത്തെ പത്രത്തിന്റെ പൈസ കിട്ടിയില്ല കേട്ടോ. മുസകേ, പത്രത്തിന്റെ പൈസ കിട്ടിയില്ലെന്ന്. നമ്മളെ 84 ലെവലിൽ കളിച്ചോണ്ടിരിക്കുക. ഈ അടുത്ത ദിവസം വാട്ടോ, അപ്പൊ തരാം. പോയിട്ട് വാ, പിന്നെ തരാന്ന്. അവിടെ ഉണ്ട്. ഹലോ, നിങ്ങൾ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. സമയപരിധി കഴിഞ്ഞു. ഫ്യൂസ് ഊരാൻ പോവാ. ഹലോ, ഇതെന്താണിത്? പൊട്ടന്മാരോ? അല്ല, എനിക്കിതെന്തിനു സൂക്കടാ? ഫ്യൂസ് ഊരി മര്യാദയ്ക്ക് പോയ പോരെ. എന്തിനാ ഞാൻ വെറുതെ വായട്ടളിക്കുന്നത്? ഇതെന്താണിത്? താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങും. ചാർജ് കേറുന്നില്ലല്ലോ. കറണ്ടില്ലേ? ഇതെന്ത് ഹലാക്കാണ്. കറണ്ട് ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല കേട്ടോ. ഒരു ജനറേറ്റർ വാടക എടുത്താലോ? നോക്കി, ഞാനേ വാട്സപ്പില് വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഞാനാണെങ്കിലേ 114ാമത്തെ ലെവലിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഫുള്ള് ചാർജ് പോയത്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, വെറുതെ എങ്ങനെ ഫോൺ ഓഫ് ആയപ്പോഴാ ഇപ്പൊ മനുഷ്യന്മാരെ ഒച്ച കേൾക്കാൻ തുടങ്ങി. അത് നേരാ മോളെ. നമ്മളെ ഫീസ് ഊരി പോയിക്കണോ? എപ്പോ? നമ്മളെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഊരി കൊണ്ടുപോയതെന്നല്ലേ നമ്മളോട് പറഞ്ഞേ. നമ്മളെല്ലാരും ഫോണിൽ ചത്തെടുക്കല്ലേനോ? അത് നേരാ. അല്ല, ഇന്നത് ദിവസം പത്തോ? വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഇന്ന് ശനിയാഴ്ച മുസുക്കയ്യേ. ഫോൺ വന്നാരപ്പോ ആർക്കും ഒരു വെളിവുമില്ല. കറണ്ടിന്റെ ബില്ല് മാത്രല്ല, പാല്, പത്രം, വെള്ളം ഒക്കെ പൈസ കൊടുക്കാണ്ടി. സത്യം പറഞ്ഞാലേ നമ്മള് കച്ചവടത്തിന് പോയിട്ട് 2 ദിവസമായില്ല പത്തു. നമ്മൾ അടുക്കളയിൽ കേറിയിട്ടു. ഈ സ്മാർട്ട് ഫോൺ എന്ന സാധനം ഉണ്ടല്ലോ, നമ്മളെ ശരിക്കും സ്മാർട്ട് അല്ലാണ്ടാക്കാണ് പത്തു. ഇപ്പൊ പഠിച്ചോനെ, നമ്മളൊക്കെ എത്ര മണിക്കൂർ സാധനമായിട്ട് കുത്തിരിക്കണേ? കൂട്ടി നോക്കി നോക്ക്. ഒരു മാസത്തിൽ എത്ര മണിക്കൂർ, ഒരു കൊല്ലത്തിൽ എത്ര മണിക്കൂർ? എന്റെ അല്ലോ, ആലോചിച്ചിട്ട് പേടിയാവും. നമ്മളേതായാലും പത്തോ കച്ചവടത്തിന് പോവാ കേട്ടോ. ആയിക്കോട്ടെ. ഇനിയിപ്പൊ നമ്മൾ എന്താക്കൂ? നമ്മൾ അടുക്കളയിൽക്കും പോട്ടെ, അല്ലാണ്ട് എന്താക്കാനാ?
മക്കളെ ഈ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഒക്കെ നമുക്ക് മാണ്ടി തന്നെയാ പക്ഷേങ്കിൽ നമ്മളെ അലസന്മാരും മടിയന്മാരും ആക്കരുത്. ഓരോരുത്തരുടെ എത്ര മണിക്കൂറാ ഒരു പ്രയോജനം ഇല്ലാണ്ട് ഇതിന്റെ മുന്നിൽ കുത്തിരുന്ന് കളയുന്നതിന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ തൽക്കാലവും സ്മാർട്ട് ഫോൺ അങ്ങോട്ട് ഓഫാക്കുക. ഇല്ലെങ്കിൽ ജീവിതം സ്മാർട്ട് അല്ലാണ്ടാവും. ഫോണ് മാത്രം സ്മാർട്ടായ പോരല്ലോ, നമ്മൾ സ്മാർട്ടാവണ്ടേ? അങ്ങനെയല്ലേ?